Hey everyone, welcome back to the channel. ഇന്ന് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മൾ ഇന്ന് ഒരു ഫസ്റ്റ് ഫ്രീ ഗിവ് അവേ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രീ ഗിവ് അവേന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് OnePlusന്റെ നോട്ട്സ് ബഡ്സ് 3 ഇയർബഡ്സ് ആണ് റിവ്യൂ ചെയ്തിട്ട് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ആമസോണിൽ മേടിച്ച ബ്രാൻഡ് ന്യൂ ബഡ്സ് ആണ്. ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാവാം ഈ ഗിവ് അവേയുടെ വിന്നർ. അപ്പോൾ ഈ ഒരു ഗിവ് അവേക്കുള്ള ഒരു റൂൾസും എങ്ങനെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൻ്റെ ഒരു ചെറിയൊരു ഡെമോയും കൂടെ ഞാനിത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വന്ന് വരുന്നത് ഈ ഒരു പേജിലായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ഇവിടുന്ന് വായിക്കുക. അപ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. യൂട്യൂബ് വിസിറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നോട്ട്സ് വീഡിയോൻ്റെ അടിയിൽ ലൈക്ക് ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇടുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, അവിടെ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നോട്ട്സ് 3 ബഡ്സിന് ഒരു മെൻഷൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും ചാനലിൽ. ആ പോസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റോറി ആക്കിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഹാൻഡിൽ gizmonk_മലയാളം അത് ടാഗ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ #ും ഇടുക, gizmonk_earbuds_giveaway എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റെപ്സും മാൻഡേറ്ററി ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രോ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം അത് നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. പിന്നെ വാട്സാപ്പ് ചാനലും ജോയിൻ ചെയ്യുക. ഒന്നുമില്ല, ജസ്റ്റ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഇവിടെ താഴേക്കുള്ള ഈ സെക്ഷനിൽ വരണം. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ജോൺ ജോസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുൾ നെയിം ഇടുക, എന്നിട്ട് ഇമെയിൽ അഡ്രസ്സ് ഇട്ടതിന് ശേഷം എൻ്റർ ഗിവ് അവേ കൊടുക്കുക. എൻ്റർ ഗിവ് അവേ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും ഇനി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്ന പോയിന്റ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇതുമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. വിസിറ്റ് ചെയ്യണം യൂട്യൂബ് സൈറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ലൈക്ക് അടിക്കണം ഈ നോട്ട്സ് വീഡിയോക്ക്, പിന്നെ അത് കമൻറ്റും ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലിക്ക് ടു വിസിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഇതിലോ വേറൊരു പേജിൽ ഓപ്പൺ ആവും. അപ്പോൾ അവിടെ നിങ്ങളിപ്പോൾ ഈ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ കാണും. അത് സബ്സ്ക്രൈബ് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നോട്ട് വീഡിയോ ഇവിടെ ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് പോയിട്ട് അതിൽ ലൈക്ക് ചെയ്ത് അത് കമൻറ്റും ചെയ്യുക. അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ടിക്ക് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സംഗതി, നിങ്ങൾ ഈ ഇൻസ്റ്റാ റിലേറ്റഡ് ആണ്. ഇൻസ്റ്റാ പേജിൽ പോയിട്ട് നമ്മൾ ചാനൽ ഫോളോ ചെയ്യണം. നമ്മൾ നോട്ട്സ് 3 വീഡിയോ എൻ്റെ ഈ റിവ്യൂ ഗിവ് അവേൻ്റെയും വീഡിയോ നമ്മളൊരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. ആ ഇത് നിങ്ങളുടെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ ചാനലായ gizmonk_മലയാളം ഹാൻഡിൽ അത് ടാഗ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ #gizmonk_earbuds_giveaway എന്നുള്ള ഹാഷ്ടാഗും യൂസ് ചെയ്യും. ക്ലിക്ക് ചെയ്താൽ വിസിറ്റ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോകുന്നതാണ് ചാനലിൻ്റെ. അപ്പോൾ അവിടെ ലോഗിൻ ചെയ്ത് ഫോളോ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ പോസ്റ്റ് കാണും. അതെടുത്ത് ഫോണിൽ നിന്ന് #ും ചെയ്യുക. സ്റ്റോറി ഇടുന്ന സമയത്ത് ഹാൻഡിലും ഇത് ചെയ്യുക. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം ഇത് രണ്ടും ടിക്ക് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നു, ക്വാളിഫൈഡ് ആയിരിക്കുന്നു ഗിവ് അവേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗിവ് അവേയിൽ കയറേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ സ്റ്റെപ്സും മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ OnePlus നോട്ട്സ് ബഡ്സ് 3ന്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഇത് ആക്ച്വലി ഒരു 2000 രൂപയാണ് ഇപ്പോൾ ആമസോണിൽ ലിസ്റ്റഡ് ആയിട്ടുള്ളത്. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ എലിഗൻ്റ് ആണ്, വളരെ ഈസിയാണ് ഹോൾഡ് ചെയ്യുവാൻ. ശരിക്കും ഒരു പെബിൾ ഷേപ്പിൽ നമ്മൾ കുറച്ച് മുന്നേ ചാനലിൽ OnePlus ബഡ്സ് 3 Pro റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ എൻഡ് ബഡ്സ് OnePlusന്റെ സെയിം ഓൾമോസ്റ്റ് ഡിസൈൻ തന്നെയാണ്. ഇതിന്റെ പുറത്തുള്ള ഒരു ഡിസൈൻ ഒരു മാറ്റ് കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ ആണ്. 5 കളറിലാണ് ഈ ബഡ്സ് വരുന്നത്. ഹാർമോണിക് ഗ്രേ, അതായത് ഈ കളറ്, പിന്നെ വൈറ്റ്, സോഫ്റ്റ് ജെയ്ഡ്, ക്രോമാറ്റിക് ബ്ലൂ, പിന്നെ സ്റ്റാറി ബ്ലാക്ക്. അപ്പോൾ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബഡ്സും പിന്നെ ഇതിന്റെ ചാർജിങ് കേസും ഒരു റെഡ് ചാർജിങ് കേബിള്, പിന്നെ നിങ്ങൾക്ക് സ്മോൾ മീഡിയം ലാർജ് സൈസിലുള്ള സിലിക്കൺ ബഡ്സ് നിങ്ങളുടെ ചെവിക്കനുസരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ഗൈഡും പിന്നെ നോർഡിന്റെ ഒരു ഇമോജി സ്റ്റിക്കർ. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് കയ്യിൽ പിടിക്കുവാൻ. ഇയർബഡ്സ് 4.2 grams മാത്രമേ ഉള്ളൂ. ചാർജിങ് കേസും ഇയർബഡ്സും കൂടെ ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 46.2 grams വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ചാർജിങ് USB പോർട്ടിന്റെ അടിയിൽ തന്നെ പെയറിംഗ് ബട്ടണും ഉണ്ട്. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇത് തുറക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള OnePlus ബഡ്സ് 3 Proന്റെ കൂടെ ഒന്ന് ഡിസൈൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാറ്റ് ഡിസൈൻ ആണ്. ഇത് OnePlus ബഡ്സ് 3 Pro കുറച്ചും കൂടെ ഹൈ എൻഡ് ആണ്. ഇത് കുറച്ചും കൂടെ ഒരു ടെക്സ്ചേർഡും കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലോഗോയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ക്രിയേറ്റഡ് ബൈ ഡൈനോഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ ഒക്കെ ബഡ്സ് 3 Proയിലുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ചാർജിങ് ലൈറ്റ് ഉള്ളിലാണ്. ഇതിന്റെ ചാർജിങ് ലൈറ്റ് എന്ന് പറയുന്നത് പുറത്ത് തന്നെയാണ്. ബഡ്സ് 3 Proയിൽ നമ്മുടെ പെയറിംഗ് ബട്ടൺ എന്ന് പറയുന്നത് സൈഡിലാണ് വരുന്നത്. ഇതിൽ അടിയിലായിട്ട് ചാർജിങ് പോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ
നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് ക്ലാസ്പ് ഒക്കെ നല്ല സ്ട്രോങ് ആണ്. നമ്മളിത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ രണ്ട് ബഡ്സും അങ്ങനെ പെട്ടെന്നൊന്നും ഈസി ആയിട്ട് വീഴുന്നൊന്നുമില്ല. പിന്നെ വൺ പ്ലസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 20,000 ടൈംസ് ഇതിൻ്റെ മാഗ്നറ്റിക് ഹിഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും 1.5 മീറ്റേഴ്സിന് ഇത് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുമാണ് വൺ പ്ലസ് പറയുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി എന്നുള്ള നിലയിൽ വളരെ നന്നായിട്ടാണ് വൺ പ്ലസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് IP55 റേറ്റഡും ആണ്. നമ്മൾ ഇതിൻ്റെ കണക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ ഇത് 5.4 ബ്ലൂടൂത്ത് വെർഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10 മീറ്റേഴ്സ് വരെ നമുക്ക് റേഞ്ച് കുഴപ്പമില്ലാതെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് പെയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ആൻഡ്രോയിഡ് ഫോൺസിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡിവൈസസിൽ ടാബ്ലറ്റിലൊക്കെ പെട്ടെന്ന് പെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഡുവൽ പെയറിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് സൈമിൾട്ടേനിയസ്ലി രണ്ട് ഡിവൈസസിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ചെറിയൊരു ബാക്കിലേക്ക് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ലേറ്റൻസി, ഗെയിമിംഗ് ലേറ്റൻസിയിൽ കുറച്ചൊരു ലേറ്റൻസി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ വളരെയധികം ലാപ്ടോപ്പിൽ ചെറിയ ബഡ്സ് വെച്ച് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ മെയിൻ തിങ് സൗണ്ട് ക്വാളിറ്റി ഒന്ന് നോക്കാം. അപ്പോൾ നോട്ട് ബാഡ് എന്നാണ് ഞാൻ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുക. 12.4 മില്ലിമീറ്റർ ടൈറ്റനൈസ്ഡ് ഡ്രൈവറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത് കുറച്ചൊരു ബേസി, ഒരു പഞ്ചി ടൈപ്പ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബേസും മുഴക്കും അങ്ങനത്തെ ഉള്ള ഒരു സൗണ്ട് സിഗ്നേച്ചർ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ വൺ പ്ലസ് ബഡ് നോട്ട്സ് 3 നിങ്ങൾക്കൊരു നല്ല ഇതായിരിക്കും. ഇതിൽ പിന്നെ യൂഷ്വലി സപ്പോർട്ട് ചെയ്യുന്ന AAC SBC കോഡെക്സ് ഒക്കെ തന്നെ ഉണ്ട്. ഇതിൽ കിട്ടാത്തത് LDAC കോഡെക് ആണ്. അപ്പോൾ LDAC ആണ് കുറച്ചും കൂടെ ഒരു സൗണ്ട് ക്വാളിറ്റിയും പുതിയതായിട്ടുള്ള ഒരു കോഡെക്സ് സൗണ്ട് സ്റ്റാൻഡേർഡ്. പിന്നെ നമുക്ക് ഈ കിട്ടുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കധികം അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഹൈ എൻഡ് ബഡ്സ് ആയ ഈ ബഡ്സ് 3 പ്രോയിലൊക്കെ LDAC സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഏറ്റവും ഗുഡ് തിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇക്വലൈസർ ആപ്പിൽ നിന്ന് നമുക്ക് ട്വീക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ നമ്മളെ ഒരു സൗണ്ട് ടേസ്റ്റിനനുസരിച്ച് നല്ലോണം ട്വീക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ആപ്പ് എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെയോ അല്ലെങ്കിൽ ഓപ്പോൻ്റെയോ ഹേ മെലഡി എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ വൺ പ്ലസ് ആണെങ്കിൽ അത് അതിനനുസരിച്ച് ഡിറ്റക്ട് ചെയ്യും. നിങ്ങളുടെ ഓപ്പോ ഹെഡ്ഫോൺസ് ആണെങ്കിൽ അത് അതിനനുസരിച്ച് ഡിറ്റക്ട് ചെയ്യും. അതിൽ ഈ കസ്റ്റം ഇക്വലൈസർ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇതും ബഡ്സ് 3 ഹൈ എൻഡ് ഇതും തമ്മിൽ സൗണ്ട് ക്വാളിറ്റി നല്ല ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ പൈസയും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് ഒരു 11,000 to 12,000 ആണ് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു 10 to 11 ഒക്കെ ഇതിന് റേറ്റ് ഉണ്ട്. ഇതിന് 2,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ബഡ്സ് 3 പ്രോൻ്റെ ഒരു സൗണ്ട് സ്റ്റേജ് കുറച്ചും കൂടെ ക്ലാരിറ്റിയും ബേസും ഇതൊക്കെ കൂടുതലാണ്. കുറച്ചും കൂടെ സൗണ്ട് സ്റ്റേജ് ബെറ്റർ ആണ്. ഡെഫിനറ്റ്ലി അത്രയും പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ബഡ്ജറ്റ് TWC ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 2,000 റുപ്പീസിനൊക്കെ കൊടുക്കുന്ന ആ ഒരു സൗണ്ട് ക്വാളിറ്റി എന്തായാലും നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ബേസ് ഒക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ബേസ് വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ബേസ് കുറക്കുവാനും നിങ്ങൾക്ക് ഇക്വലൈസർ വെച്ചിട്ട് വോക്കൽസ് ഒക്കെ കുറച്ചും കൂടെ കൂട്ടി ട്രബിളൊക്കെ കുറച്ചും കൂടെ കൂട്ടിയിട്ട് നിങ്ങളുടെ ഒരു സൗണ്ട് ലഗിങ്ങിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹേ മെലഡി ആപ്പിൽ നിന്ന് സാധിക്കുന്നതാണ്. നോർമൽ ഫോൺ ക്വാളിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുക. ഇതിൽ ഓരോ ബഡ്സിലും 2 മൈക്ക് ഉണ്ട്. ഇതിൽ നോയിസ് ക്യാൻസലേഷൻ അറൗണ്ട് 32 ഡെസിബിൾ വരെയാണ് നോയിസ് ക്യാൻസലേഷൻ ചെയ്യുന്നത്. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പിയേഴ്സും ഇതിന്റെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ 40+ റേഞ്ചിലൊക്കെ നോയിസ് ക്യാൻസലേഷൻ തരുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ നോയിസ് ക്യാൻസലേഷൻ തരാമായിരുന്നു വൺ പ്ലസിന് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓൾ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല. പുറത്തത്തെ സറൗണ്ടിങ് നോയിസും വിൻഡും പിന്നെ ട്രാഫിക്കും ഒക്കെ ഒരു പരിധി വരെ അത് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ലൈഫിന്റെ കാര്യം എടുക്കാം. അപ്പോൾ നമ്മളിപ്പോഴും റിയൽമിന്റെ T310 അതിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നമ്മൾ ഓഫാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഈ കേസ് വെച്ചിട്ട് തന്നെ 43 അവേഴ്സ് നമുക്ക് ടോട്ടൽ ഇതിന്റെ ബാക്കപ്പ് കിട്ടുന്നതാണ്. ഫുൾ ടൈം നോയിസ് ക്യാൻസലേഷൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അറൗണ്ട് 28 അവേഴ്സ് വരെ നിങ്ങൾക്ക് ബാക്കപ്പ് കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ഈ കേസിന്റെ ബാറ്ററി എക്സോസ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഈ ബഡ്സിന്റെ ബാറ്ററി തീരുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വൺ പ്ലസ് പറയുന്നത് വെച്ചാൽ TUV സർട്ടിഫൈഡ് ആണ് ബാറ്ററി ഹെൽത്ത്. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ 700 ചാർജിങ് സൈക്കിളൊക്കെ ആണെങ്കിൽ ഇതിന് 1000 ചാർജിങ് സൈക്കിൾസ് വരെ ഇത് ടെസ്റ്റഡ് ആണ് എന്നാണ് വൺ പ്ലസ് പറയുന്നത്. ഇനി നമ്മൾ ബഡ്സിന്റെ മാത്രം ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ANC നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് 8 അവേഴ്സ് വരെ ഇതിൽ കിട്ടുന്നതാണ്. ഇനി നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അറൗണ്ട് 12 അവേഴ്സ് വരെ കിട്ടുന്നതാണ് വൺ പ്ലസ് പറയുന്നത്, വിച്ച് ഇസ് വെരി ഗുഡ്. ഇനി ഇത് നമ്മൾ USB കുത്തിയിട്ട് ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഇയർബഡ്സ് ഫുള്ളായിട്ട് ചാർജ് ആവാൻ അറൗണ്ട് 1 മണിക്കൂർ എടുക്കും. ഇയർബഡ്സും കേസും രണ്ടും കൂടെ ഒന്നിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 1 hour 20 minutes എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹേ മെലഡി ആപ്പ് ബോത്ത് ഓപ്പോയും വൺ പ്ലസും രണ്ടാളും നോക്കുന്നതാണ്. സിസ്റ്റർ കമ്പനീസ് ആയതുകൊണ്ട് പ്രീമിയം ആയിട്ടുള്ള ബഡ്സ് പ്രോ 3 നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഡൈനോഡിയോ ഇക്വലൈസറും അങ്ങനത്തെ പ്രീമിയം ഇക്വലൈസേഴ്സും സെറ്റിംഗ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേഷ്യൽ ഓഡിയോ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റും. നോട്ട്സ് 3 ബഡ്സ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ
ആണെങ്കിൽ അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഈക്വലൈസറും പിന്നെ അങ്ങനത്തെ കുറച്ച് ഫൈൻഡ് മൈ ബഡ്സ്, ഇയർബഡ്സ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതായത് നിങ്ങൾ ഒരു ബഡ്സ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ബെഡിൽ എവിടെയെങ്കിലും ആയിപ്പോയി അതൊരു ബീപ്പ് സിഗ്നൽ വിട്ടിട്ട് നമുക്കത് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും, വിച്ച് ഇസ് എ ബിഗ് ലൈഫ് സേവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബഡ്സ് നോട്ട്സ് ബഡ്സ് 3യുടെ റിവ്യൂ. ഞാൻ ഇതിൻ്റെ ആമസോൺ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈവെവെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളായിരിക്കും ഈ ബ്രാൻഡ് ന്യൂ ബഡ്സിൻ്റെ വിന്നർ. നമുക്ക് കൂടുതൽ ഗിവ് അവേ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് വേണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ചാനൽ ലിങ്ക് ഷെയർ ചെയ്യുക, വാട്സാപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, അങ്ങനെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ ഗിവ് അവേ ചെയ്യുവാനും സാധിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ്.